ഫ്രണ്ട്സ്, സ്പാർട്ടക് ഇലക്ട്രോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വർക്ക്, ഒരു പഴയ ഇൻവെർട്ടർ ബൾബ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഓവർ വോൾട്ടേജ് വന്നിട്ട് എൻ്റെ ബോർഡ് കത്തിപ്പോയതാണ്. അപ്പം ബാറ്ററി നല്ലതാണ്, ബൾബ് നല്ലതാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞാനിവിടെ നോക്കുന്നത്. അതിൽ ബാറ്ററി നമ്മളെടുത്തു. ഇതിൻ്റെ LED നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഊരിയെടുക്കുകയാണ്. ഓക്കെ, ഇത്രയും സാധനങ്ങൾ മതി നമുക്ക്. ഇതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ചെറിയൊരു എമർജൻസി ലൈറ്റ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇതേപോലെ ഒരു ബോക്സ് എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ 2 സ്ക്രൂ ചെയ്ത് ബൾബ് ഇങ്ങനെ ഉറപ്പിച്ച് വെച്ചു. ശേഷം അതിൻ്റെ വയർ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു. 3 വയറുണ്ട്. അതിൽ നമുക്ക് ചുവപ്പും കറുപ്പും മാത്രമുള്ള വയർ മാത്രമേ എടുക്കുന്നുള്ളൂ. മറ്റേ വയർ നമുക്ക് ആവശ്യമില്ല. അത് കറണ്ടുള്ള സമയത്ത് മാത്രം കത്തുന്നതാണ്. കത്താൻ വേണ്ടി ഇതിലേക്ക് കണക്ഷൻ കൊടുക്കുന്നതാണ്. ഇത് രണ്ടുമാണ് ബാറ്ററി എന്നുള്ള കണക്ഷൻ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാറ്ററി കണക്ഷൻ കൊടുക്കാം. അതിന് മുമ്പ് നമുക്ക് ഇതേപോലെ ഒരു ചാർജിങ് മോഡുകൾ വാങ്ങണം. ഇത് 100 രൂപേൻ്റെ താഴെ മാത്രമേ ഇതിന് വിലയുള്ളൂ. ഇത് നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ ഇത് ആവശ്യമാണ്. പിന്നെ അതേപോലെ ഇതുപോലെ ഒരു ചെറിയൊരു സോക്കറ്റും കൂടി ആവശ്യമാണ്. ഇതിൽ നമ്മൾ മൊബൈലിൻ്റെ ചാർജറോടെ കുത്തിയിട്ടാണ് ചാർജ് ആക്കുന്നത്, 5 വോൾട്ട്. അപ്പോൾ നമുക്ക് ബാറ്ററി പിടിപ്പിക്കാം. ബാറ്ററിക്ക് ഇതേപോലെ ഒരു ഡബിൾ ടേപ്പ് ഒട്ടിക്കുക ഒരു ഭാഗത്ത്. അതിനുശേഷം അത് നമുക്കിവിടെ ഉറപ്പിച്ച് വെക്കാം. പിന്നെ ഈ ചാർജിങ് സോക്കറ്റ് എടുക്കുക. അതിവിടെ ചെറിയ ഹോൾസ് ഇട്ടിട്ടുണ്ട്. ആ ഹോൾസിൽ കൂടെ ഉള്ളിലേക്ക് വെക്കുക. കുറച്ച് പശയിട്ട് അവിടെ ഒട്ടിച്ച് വെച്ചാൽ മതി, ഫിക്സ് ആയിരുന്നോളൂ. ശേഷം ചാർജിങ് മോഡുകൾ അതിലെടുക്കുക. ചാർജ് മോഡുകളുടെ ഈ പിന്ന് വരുന്ന 2 ഭാഗത്ത് ഇടതും വലതുമായിട്ട് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് എഴുതിയ 2 കണക്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ചാർജിങ്ങിൻ്റെ ഈ കേബിൾ കൊടുക്കുക. തിരിഞ്ഞു പോകാതെ കൊടുക്കണം. നെഗറ്റീവിലേക്ക് കൊടുക്കുക. പോസിറ്റീവിലേക്ക് കൊടുക്കുക. ഓക്കെ, ഇനി ബാറ്ററിയുടെ കണക്ഷൻ കൊടുക്കാം. ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവ് എടുക്കുക. ഇവിടെ B- B+ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ B- എഴുതിയ ബാറ്ററിയുടെ ബ്ലാക്ക് ലൈൻ കൊടുക്കുക. തൊട്ടപ്പുറത്ത് B+ എഴുതിയിട്ടുണ്ട്. അവിടെ ബാറ്ററിയുടെ പോസിറ്റീവ് ലൈൻ കൊടുക്കുക. ഇനി ബൾബിലേക്കുള്ള കണക്ഷൻ കൊടുക്കുന്നത് ഈ ബാറ്ററി കണക്ഷൻ കൊടുത്തതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഔട്ട്- ഔട്ട്+ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് എടുത്ത് കൊടുക്കാം. അതിൽ നിന്ന് എടുത്ത് കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഐസി കയറി ഇറങ്ങിയിട്ടാണ് ഔട്ട് വരുന്നത്. അപ്പോൾ കുറച്ച് ബ്രൈറ്റ് കുറയും. പക്ഷേ എന്നാലും ബൾബിന് ലൈഫ് കൂടുതൽ കിട്ടും, ബാറ്ററി ബാക്കപ്പും കൂടുതൽ കിട്ടും. അപ്പോൾ ഞാനിപ്പം ഔട്ട് വഴിയാണ് കൊടുക്കുന്നത്, ഡയറക്റ്റ് ബാറ്ററി നല്ല എടുക്കുന്നത്. അപ്പം ബൾബിലേക്ക് കണക്ഷൻ കൊടുക്കാം. ബൾബിൻ്റെ വയറിന് നീളം കുറവാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നീളം കൂട്ടിയെടുക്കാം. ചെറിയ സ്ലീവ് ഇടുക, അല്ലെങ്കിൽ ഇൻസുലേഷൻ ഇട്ടാലും മതി. 2 ഓരോ സ്ലീവ് ഇട്ട് കൊടുക്കുക. ശേഷം നെഗറ്റീവ് എന്നൊരു വയർ എടുക്കുക, സോൾഡർ ചെയ്തെടുക്കുക. സ്ലീവ് ഇവിടെ ഉരുക്കി വെക്കാം. അടുത്ത് പോസിറ്റീവ് എന്ന് ഒരു വയർ എടുക്കാം. ഇൻസുലേഷൻ ടൈപ്പ് അടിച്ചാലും മതി കേട്ടോ, ഞാൻ സ്ലീവ് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിനെ നെഗറ്റീവ് എടുത്തിട്ട് നേരിട്ട് കൊണ്ടുവന്ന് ഈ ചാർജ് മോഡ്യൂളിലെ ഔട്ട് നെഗറ്റീവിലേക്ക് കൊടുക്കുക. പോസിറ്റീവ് നമുക്കൊരു സ്വിച്ച് വഴി കൊടുക്കാം. അതിന് ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്.
ബൾബിൻ്റെ പോസിറ്റീവ് എടുത്തിട്ട് ആദ്യം സ്വിച്ചിൻ്റെ ഒരു കാലിലേക്ക് കൊടുക്കുക. അടുത്ത കാലിൽ നിന്ന് ഒരു വയർ എടുത്തിട്ട് ചാർജ് മൊഡ്യൂളിൻ്റെ ഇവിടെ B+ എന്ന് എഴുതിയൊരു ഭാഗമുണ്ട്. ഔട്ട്പുട്ട് B+ അല്ല, B+ൻ്റെ തൊട്ടടുത്ത് തന്നെ ഔട്ട് പ്ലസ് എന്ന് എഴുതിയൊരു ഭാഗമുണ്ട്, അതിലേക്ക് കൊടുക്കാം. ഓക്കെ, നമുക്കൊന്ന് തെളിച്ച് നോക്കാം. അടിപൊളിയായിട്ട് ബ്രൈറ്റ് കിട്ടുന്നുണ്ട്, നല്ല ബ്രൈറ്റ് ഉണ്ട്. ഇത് നമ്മൾ ഇവിടെ B+ എന്ന് എഴുതിയ കണക്ഷനിൽ നിന്ന് LED-യിലേക്ക് കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബ്രൈറ്റ് കൂടുതൽ കിട്ടും. പക്ഷേ LED-ക്ക് ലൈഫ് കൂടുതൽ കിട്ടണമെങ്കിൽ ഇതേപോലെ ഔട്ടെന്ന് എഴുതിയതിന് തന്നെ നമ്മളെടുത്ത് കൊടുക്കണം. ഏകദേശം 1/2 വോൾട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ കൊടുക്കുമ്പം LED-യിലേക്ക് വോൾട്ട് കുറയും, IC കയറി ഇറങ്ങി വരുന്നതുകൊണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ബാറ്ററി ബാക്കപ്പ് കൂടുതൽ കിട്ടുകയും ചെയ്യും. പിന്നെ LED-യുടെ ലൈഫ് അതും കൂടുതൽ കിട്ടും. ഓക്കെ, ഇനി ഞാൻ ഈ മൊഡ്യൂള് ഒരു ഡബിൾ ടേപ്പ് വെച്ച് ഒട്ടിക്കുകയാണ്. അതുകൂടെ ഉറപ്പിച്ച് വെക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമ്മുടെ വർക്ക് ആർക്കും ചെയ്തുണ്ടാക്കാവുന്ന വർക്കാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചാർജിങ് സോക്കറ്റ് കുത്തിക്കഴിഞ്ഞാൽ ചാർജ് കയറുകയും ചെയ്യും. അപ്പോൾ നമ്മളിതിൽ ചാർജിങ് കൊടുത്ത് വെക്കുകയാണ്. റെഡ് ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ചാർജിങ് നടക്കുന്നുണ്ട്. ഇത് ഫുൾ ചാർജ് ആയി കഴിയുമ്പോൾ തൊട്ടപ്പുറത്തുള്ള പച്ച ലൈറ്റ് തെളിഞ്ഞോളൂ. ഓക്കെ, നമ്മളങ്ങനെ ഒരു എമർജൻസി ലൈറ്റ് ഉണ്ടാക്കിയെടുത്തു, നല്ല ബ്രൈറ്റുള്ള. അപ്പോൾ എനിക്ക് പഴയ ഒരു എമർജൻസിയിൽ നിന്ന് ഇതേപോലെ ഒരു സോളാർ പാനൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്ത് വെക്കാം. ഒരു ഡബിൾ ടേപ്പ് വെച്ച് ഒട്ടിച്ചു. അതിൻ്റെ ബാക്ക് സൈഡിൽ ഞാനിത് ഇതേപോലെ പോസിറ്റീവ് നെഗറ്റീവ് വയർ ഉള്ളിലേക്ക് ഇട്ടിട്ട് കണക്ഷൻ കൊടുക്കുകയാണ്. ഇതേപോലെ ഡബിൾ ടേപ്പ് വെച്ച് അവിടെ ഒട്ടിച്ചു. അതിനുശേഷം ഈ പോസിറ്റീവ് നെഗറ്റീവ് ലൈൻ കൊണ്ടുവന്നിട്ട് പോസിറ്റീവ് ലൈനിൽ ഇതേപോലെ ഒരു ഡയോഡ് കണക്ട് ചെയ്യുക. അത് നേരെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ചാർജിങ് സോക്കറ്റ് കൊടുത്ത അതേ പോയിന്റിലേക്ക് അതിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുത്തേക്കുക. നെഗറ്റീവ് ലൈൻ അതുപോലെ തൊട്ടിപ്പുറത്ത് നെഗറ്റീവ് കൊടുത്തതിലേക്ക് കൊടുത്തേക്കുക. ഓക്കെ, ഇനിയിപ്പം കറണ്ട് ഇല്ലെങ്കിൽ ഇത് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് നേരം ഇതേപോലെ കൊണ്ടുവന്ന് വെയിലത്ത് ഇറക്കി വെച്ചാൽ മതി, ബാറ്ററി തന്നെ ചാർജ് ആയിക്കോളും. അപ്പോൾ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഒരു ഇൻവെർട്ടർ ബൾബ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത്രയും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ നല്ല വീഡിയോസായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ.